എന്താ സെയിൽസ് ഇല്ലാത്ത, അവർ പറയും ലീഡ്സ് ഇല്ല. അപ്പോൾ മാർക്കറ്റ് ടീമിന് അടുത്ത് എന്താ ലീഡ്സ് ഇല്ലാത്ത, അപ്പോൾ അവർ പറയും ഫണ്ട് തീർന്നു. അപ്പോൾ ഇയാൾ വീണ്ടും പൈസ കൊടുക്കും. ഇതിങ്ങനെ കറങ്ങിട്ടിരിക്കും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സുകാരൻ ചെയ്തൊരു മിസ്റ്റേക്ക് ഞാൻ പറയട്ടെ. ഒരു മരത്തിന് ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ആ മരം പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നടക്കുമോ? നടക്കില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ അതിന് ഗ്രോത്തിനൊരു ടൈം ഉണ്ട്. ആ ടൈമിൽ എന്താ വേണ്ടത്? കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുക എന്നുള്ളതല്ലേ എല്ലാ ദിവസവും. ആ എല്ലാ ദിവസവും കൊടുക്കുന്ന വെള്ളം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ബിസിനസ്? ആ ടൈം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, അത് പെട്ടെന്ന് വളരില്ല. പല ആൾക്കാർ മാർക്കറ്റിംഗിൽ കുറെ ഫണ്ട് ആക്കും, കുറെ ആൾക്കാരെ ഹയർ ചെയ്യും, അവസാനം ആ കയ്യിലുള്ളത് മൊത്തം തീരും, ആ പരിപാടി അവിടെ നിൽക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റഡി ആയിട്ട് എവറി ഡേ നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് മോണിറ്റർ ചെയ്യണം. എവറി ഡേ നിങ്ങളുടെ മാർക്കറ്റിംഗ് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. എന്നിട്ട് ഓരോ ദിവസവും പ്രോഗ്രസ് വരുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാം. എന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് ആ പ്രോസസ്സ് നടത്തിയെടുത്ത് അത് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ, ഗ്രോത്ത് പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി കഴിയുമ്പോൾ കുറച്ചും കൂടെ അധികം വെള്ളമൊഴിച്ചു. എന്നിട്ട് അതിനുള്ള ഗ്രോത്ത് വരുന്നുണ്ടോ നോക്കുക, പിന്നെയും വെള്ളമൊഴിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസിന്റെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. അത്ര കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ല. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളെ ഡാഷ്ബോർഡ് നോക്കിയാൽ മതി, പറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സാമ്പിൾ ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഡാറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ എത്രത്തോളം മാച്ചിങ് ആണെന്നുള്ളത്, എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത്. ഇതില്ലാതെ ഞാൻ സീരിയസ്ലി പറയുകയാണ്, നമ്മൾ ഒരുപാട് ട്രെയിനിങ്സും ഒരുപാട് കൺസൾട്ടേഷനും ചെയ്യുമ്പോൾ 99% ഓഫ് ദി പീപ്പിൾ ഫെയിൽ ബിക്കോസ് ഓഫ് ദിസ് വൺ റീസൺ. കാരണം ഞങ്ങൾക്കറിയാലോ ഈ ടെക്നോളജി ഹൗ ടു ഇംപ്ലിമെന്റ് എന്നുള്ളത്. മാർക്കറ്റിംഗ് ടു സെയിൽസ് പ്രോസസ് 100% നമ്മൾ ടെക്നോളജി വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്റ്റിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് ബിക്കോസ് ഓഫ് വൺ തിങ്. ഈ ഓണർ ഡിസിപ്ലിൻ അല്ല. ഇവൻ വന്നിട്ട് എന്നും സെയിൽസ് ടീമിന്റെ അടുത്ത് പറയും എന്താ സെയിൽസ് ഇല്ലാത്ത, അവർ പറയും ലീഡ്സ് ഇല്ല. അപ്പോൾ മാർക്കറ്റ് ടീമിന്റെ അടുത്ത് എന്താ ലീഡ്സ് ഇല്ലാത്ത, അപ്പോൾ അവർ പറയും ഫണ്ട് തീർന്നു. അപ്പോൾ ഇയാൾ വീണ്ടും പൈസ കൊടുക്കും. ഇതിങ്ങനെ കറങ്ങിട്ടിരിക്കും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എവറി ഡേ മോണിറ്റർ ദ ഡാഷ്ബോർഡ്. യു വിൽ ഗെറ്റ് ദി പാറ്റേൺ. എന്തുകൊണ്ടാണ് ലീഡ്സ് കൺവേർട്ട് ആകാത്തത്, എന്തുകൊണ്ടാണ് സെയിൽസ് വരാത്തത്, എവറിത്തിങ് യു ക്യാൻ സീ. ആ പാറ്റേണിൽ നിന്ന് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ, അല്ലാതെ ആൾക്കാരുടെ വാക്കുകളല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ദാറ്റ് ടൈം ഹാസ് ഗോൺ. ഞാൻ എല്ലാ സംരംഭകരോടും ഇപ്പോഴും പറയുന്നത് ഈ ഹാബിറ്റ് ഉണ്ടാക്കിയേ പറ്റൂ. എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മളുടെ ബിസിനസിന്റെ ഡെയിലി പ്രോഗ്രസ് അനലൈസ് ചെയ്യണം. അതർവൈസ് എന്താണ് വരാൻ പോകുന്നതെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ.